ട്രയാങ്കുലേഷനാണ് പറയാനുള്ളത്. ഈ ട്രയാങ്കുലേഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ആർ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. ആർ സ്കെലിട്ടൺ എന്താണെന്നറിയോ? സിമ്പിളാണ്, പക്ഷേങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനൊരു സിംപ്ലെക്സ് എടുക്കുന്നു. ഇതൊരു 1 സിംപ്ലെക്സ് ആണ്, ഇതൊരു 2 സിംപ്ലെക്സ് ആണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലഡ് ആണ്, എം ടി അല്ല കേട്ടോ. ഈ 2 സിംപ്ലെക്സ് ഫില്ലഡ് ആണ്. ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ച് വെച്ച പോലെയാണ് ഈ ഷേപ്പ് കിടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സിംപ്ലെക്സ് എടുത്തു. ഇതിൻ്റെ ആർ സ്കെലിട്ടൺ എന്ന് പറയുന്നത്, ഇപ്പോൾ 1 സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ അവിടെ 1 സിംപ്ലെക്സ് ഉണ്ടാവും, 0 സിംപ്ലെക്സ് ഉണ്ടാവും. 2 സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ അവിടെ 2 സിംപ്ലെക്സ്, 1 സിംപ്ലെക്സ്, 0 സിംപ്ലെക്സ് ഉണ്ടാവും. 3 സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ അവിടെ 3 സിംപ്ലെക്സ്, 2 സിംപ്ലെക്സ്, 1 സിംപ്ലെക്സ്, 0 സിംപ്ലെക്സ് ഉണ്ടാവും. അതേപോലെ ആർ സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ അവിടെ 6 സിംപ്ലെക്സ് ഉണ്ടാവും, R-1 സിംപ്ലെക്സ് ഉണ്ടാവും, എക്സെട്ര 0 സിംപ്ലെക്സുകൾ വരെ അവിടെ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇവിടെ കാണേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് ഇതാണ്. ഇതിൽ നമ്മൾ 2 സിംപ്ലെക്സ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ 2 സിംപ്ലെക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ 2 സിംപ്ലെക്സും ഉണ്ടാവും, 1 സിംപ്ലെക്സും ഉണ്ടാവും, 0 സിംപ്ലെക്സും ഉണ്ടാവും. ഇതിൽ 2 സിംപ്ലെക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 2 സിംപ്ലെക്സ് ഈ ഒരു കാർഡ്ബോർഡ് ഷേപ്പിലുള്ള, കാർഡ്ബോർഡ് മുറിച്ച് വെച്ച പോലെയുള്ള ഈ ഷേപ്പാണ് ഇതിൻ്റെ 2 സിംപ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ 1 സിംപ്ലെക്സ് ഉണ്ടാവും. 1 സിംപ്ലെക്സ് എന്ന് പറയുമ്പോൾ ഇതിലിതാ ഈ ലൈനും ഈ ലൈനും ഈ ലൈനും ഇതും ഉണ്ടാവും അല്ലേ. നമുക്കറിയാം 0 സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റാണ്. 0 സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റാണ്. 1 സിംപ്ലെക്സ് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. 2 സിംപ്ലെക്സ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ ഇതിലെ 1 സിംപ്ലെക്സുകൾ എന്ന് പറയുമ്പോൾ ഈ ലൈനുകൾ ഉണ്ടാവും. ഇനി നമുക്ക് 0 സിംപ്ലെക്സുകൾ കാണാം. 0 സിംപ്ലെക്സ് എന്ന് പറയുന്നത് എന്താ? പോയിൻറ്റുകൾ. ഏതൊക്കെ പോയിൻ്റ് ഉണ്ടാവും? ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഈ പോയിൻറ്റും പിന്നെ ഈ പോയിൻറ്റും. ഇതാണ് ഇതിൻ്റെ 2 സ്കെലിട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വരച്ചത് എന്താണ്? 2 സ്കെലിട്ടൺ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഏതിൻ്റെ? നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കെ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ. ഇനി ഇതിൻ്റെ 1 സ്കെലിട്ടൺ എന്തായിരിക്കും? നമ്മൾ 1 സ്കെലിട്ടൺ ഒന്ന് വരച്ച് നോക്കാം. 1 സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ അതിൽ 1 സിംപ്ലെക്സും 0 സിംപ്ലെക്സും ഉണ്ടാവാം. 1 സിംപ്ലെക്സ് എന്ന് പറയുന്നത് എന്താ? ലൈനുകളാണല്ലോ. അപ്പോൾ ഇതിലുള്ള ലൈനുകൾ മാത്രമായിരിക്കും ആദ്യം ഉണ്ടാവുക. 1 സിംപ്ലെക്സുകളിൽ ആദ്യം 1 സ്കെലിട്ടണിൽ 1 സിംപ്ലെക്സും ഉണ്ടാവും, പിന്നെ 0 സിംപ്ലെക്സും ഉണ്ടാവും അല്ലേ. 0 സിംപ്ലെക്സ് എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റുകൾ. അപ്പോൾ നമ്മുടെ 1 സ്കെലിട്ടണിൽ അപ്പോൾ ആരാ ഉള്ളത്? ഇങ്ങനൊരു സ്ട്രക്ചറും പിന്നെ അതിലുള്ള 0 സിംപ്ലെക്സുകളും. ഇതാണല്ലോ 1 സ്കെലിട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ലേ? ഈ ഒരു ഗ്രാഫിൻ്റെ 2 സ്കെലിട്ടൺ ആണിത്, 1 സ്കെലിട്ടൺ ആണിത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ഒരു ഫില്ലിങ്ങൊക്കെ പോലെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ പറഞ്ഞു തരാൻ. ഇപ്പോൾ ഇതാ ഇങ്ങനെ എടുക്കാം നമ്മുടെ ഷേപ്പ്. ഇതൊരു ടെട്രാഹെഡ്രൺ ഷേപ്പ് അല്ലേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1 സിംപ്ലെക്സും ഉണ്ട്. ഈ ഷേപ്പിൽ ഇപ്പോൾ ഇതൊരു 4 കാർഡ്ബോർഡ് പോലത്തെ അല്ലെങ്കിൽ 4 സ്റ്റീലിൻ്റെ പ്ലേറ്റ് പോലത്തെ പീസ് മുറിച്ച് വെച്ചതാണ് അടിയിലെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ അങ്ങനെ മുറിച്ച് വെച്ചത്. ഇത് വേറൊരു ട്രയാങ്കിൾ, ഇത് വേറൊരു ട്രയാങ്കിൾ, ഇവിടെ ഉള്ളത് വേറൊരു ട്രയാങ്കിൾ. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റീലൊക്കെ ബെൽറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫില്ലഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതേപോലെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ 4 ബോർഡുകൾ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1 സ്കെലിട്ടൺ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. ഓരോന്നോരോന്ന് കാണാം അല്ലേ. 1 സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ ഇതിൽ 1 സിംപ്ലെക്സുകളും വരും, 0 സിംപ്ലെക്സും വരും. 1 സിംപ്ലെക്സ് എന്ന് പറയുന്നത് എന്താ? ലൈനുകളാണല്ലോ. അപ്പോൾ നമുക്ക് ലൈനുകൾ കണ്ടു നോക്കാം അല്ലേ. ആദ്യം തന്നെ ലൈനുകൾ വരും. ലൈനുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ. ഓക്കെ, പിന്നെ ഈ ലൈനും. ഇത് 1 ആർ സ്കെലിട്ടണിൽ 1 സിംപ്ലെക്സ് നമ്മൾ വരച്ചു. 1 സ്കെലിട്ടണിൽ 1 സിംപ്ലെക്സ് വരച്ചു. ഇനി 0 സിംപ്ലെക്സ് ഉണ്ടാവില്ല. 0 സിംപ്ലെക്സ് എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റുകൾ
അവിടെ ഉണ്ടാവും. ഇനി നമ്മൾ വരയ്ക്കുന്നത് 2 സ്കെൽറ്റനാണ്. 2 സ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ അതിൽ 2 സിംപ്ലക്സ് ഉണ്ടാവും, 1 സിംപ്ലക്സ് ഉണ്ടാവും, 0 സിംപ്ലക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം 2 സിംപ്ലക്സ് ഉണ്ടാവും. 2 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഈ ട്രയാങ്കിളുകൾ ഉണ്ടാവും 2 സിംപ്ലക്സ് ആയിട്ട്. പിന്നെ 1 സിംപ്ലക്സ് ആയിട്ടുള്ള ലൈനുകൾ ഉണ്ടാവും. പിന്നെ 0 സിംപ്ലക്സുകളായിട്ടുള്ള പോയിന്റുകളും ഉണ്ടാവും. ഇനി നോക്കിയേ, 2 സിംപ്ലക്സുകളിൽ ഈ ബോർഡുകൾ എന്തായിരിക്കും? ബോർഡുകളായിട്ടുണ്ടാവും അല്ലേ. ഒരു കമ്പി പോലെയല്ല, ഒരു ജസ്റ്റ് ഒരു കമ്പി ഇങ്ങനെ വെച്ച പോലെയല്ല, അതാ ഈ സ്ട്രക്ചർ പോലെയല്ല, ഈ സ്ട്രക്ചർ പോലെ. ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കിൾ ഒരു ബോർഡ് പോലെ, അല്ലെങ്കിൽ ഒരു ബോർഡ് പോലെ, ഇങ്ങനെ ബോർഡുകൾ ഇങ്ങനെ കൂട്ടി വെച്ച പോലെ ഉണ്ടാവും. ഈ ബോർഡിൻ്റെ ഉള്ളിൽ എയറുള്ളൊരു സ്പേസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ കുറച്ച് മുത്തുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കാണാൻ പറ്റും അല്ലേ. അങ്ങനെയാണ് നമ്മുടെ 2 സ്കെൽട്ടൺ ഉണ്ടാവുക. ഇനി 3 സ്കെൽട്ടൺ ആകുമ്പോൾ ഈ സ്ട്രക്ചർ പോലെ വരും. ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഫില്ലഡ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലിപ്പം എന്തെങ്കിലും മുത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡോ ഒക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഒരു നല്ലൊരു സോളിഡ് പോലെ ആയിരിക്കും നമ്മുടെ ഈ 3 സ്കെൽട്ടൺ കിടക്കുക. കാരണം അതിൽ 3 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ടെട്രാഹെഡ്രൺ ഉണ്ട്, 2 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾസ് ഉണ്ട്, 1 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ലൈനുകളുണ്ട്, 0 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു 1 സ്കെൽട്ടൺ എന്ന് പറയുമ്പോൾ ലൈനുകളും പോയിൻറ്റുകളും മാത്രമുള്ള ഇതേപോലത്തെ ഒരു കമ്പിക്കൂട് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി 2 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ കുറച്ച് ചട്ടകളിങ്ങനെ, കാർഡ്ബോർഡിൻ്റെ ചട്ടകൾ ഇങ്ങനെ കൂട്ടി വെച്ച് ഒട്ടിച്ച പോലെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇനി 3 സ്കെൽട്ടൺ എന്ന് പറയുമ്പോൾ ഒരു കട്ടിയുള്ള സോളിഡായിട്ടുള്ള ഒരു പീസ് പോലെ ആയിരിക്കും നമ്മുടെ സാധനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് 6 സ്കെൽട്ടൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകാനുള്ളത് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ്. എന്താ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം വെച്ചിട്ട് തന്നെ പറയാം. നമ്മുടെ ഈ ടെട്രാഹെഡ്രനെ നമ്മൾ എടുക്കാം. ഈ ടെട്രാഹെഡ്രൻ്റെ ഉള്ളിൽ എംറ്റി ആണ് കേട്ടോ. ടെട്രാഹെഡ്രൻ്റെ ഉള്ളിൽ എംറ്റി ആയിട്ടുള്ള ടെട്രാഹെഡ്രനെയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു ടെട്രാഹെഡ്രനാണ്. ഓക്കെ, ഇതൊരു ടെട്രാഹെഡ്രനാണ്. ഇതിൻ്റെ ഉള്ളിൽ എംറ്റി ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇതൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇതൊരു 2 സിംപ്ലക്സ് ആണ്. ഇത് വേറൊരു 2 സിംപ്ലക്സ് ആണ്. ഇത് വേറൊരു 2 സിംപ്ലക്സ് ആണ്. ഓക്കെ, പിന്നെ ഇത് വേറൊരു 2 സിംപ്ലക്സ് ആണ്. അങ്ങനെയുള്ള 4 ഷേപ്പുകൾ കൂടി ചേർന്നിട്ട് 4 കാർഡ്ബോർഡിൻ്റെ പീസ് പോലെ ഇങ്ങനെ വെച്ച പോലത്തെ ഒരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെ എനിക്കൊരു സ്ഫിയറായിട്ട് ഹോമിയോമോർഫിക് പറഞ്ഞൂടെ? ഹോമിയോമോർഫിക് ടു എക്സ്. ഇങ്ങനെ ഒരു സ്ഫിയറിലേക്ക് ഹോമിയോമോർഫിക് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്പേസിനെ നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറയും. ട്രയാങ്കുലബിൾ സ്പേസ് എന്ന് പറയും. ഈ ഒരു സ്ട്രക്ചറിനെ, നമ്മുടെ ഈ എടുത്തിട്ടുള്ള ഈ ഒരു ജോമെട്രിക് കോംപ്ലക്സിനെ നമ്മൾ ട്രയാങ്കുലേഷൻ ഓഫ് എക്സ് എന്ന് പറയും. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ജോമെട്രിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിംപ്ലക്സുകളുടെ യൂണിയൻ. ഈ സിംപ്ലക്സുകളുടെ യൂണിയനെ നമുക്കൊരു എക്സിലേക്ക്, ഒരു സ്പേസിലേക്ക് ഹോമിയോമോർഫിക് ആക്കിയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ ജോമെട്രിക് കോംപ്ലക്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാങ്കുലേഷൻ ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഈ എക്സ് എന്താണ്? നമ്മുടെ ട്രയാങ്കുലബിൾ സ്പേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ട്രയാങ്കുലേഷന്, നമ്മുടെ ടെട്രാഹെഡ്രനെ നമുക്ക് ഉള്ളു പൊള്ളയായിട്ട് കിടക്കുന്ന ടെട്രാഹെഡ്രൻ അല്ലേ, ഉള്ളു എംറ്റി ആയി കിടക്കുന്ന ടെട്രാഹെഡ്രനെ നമുക്കൊരു സ്ഫിയറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയോ? ഇത് നമ്മൾ ആർ സ്കെലിട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ടെട്രാഹെഡ്രൻ നമ്മൾ എടുക്കുന്നു. ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത് എന്താ? 3 സിംപ്ലക്സ് ആണല്ലോ. 3 സിംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ടെട്രാഹെഡ്രൻ നമ്മൾ എടുക്കുന്നു. ടെട്രാഹെഡ്രൻ നമ്മൾ എടുക്കുന്നു. ഈ 3 സിംപ്ലക്സുകളുടെ ക്ലോഷർ എടുക്കുക. ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇതിലുള്ള എല്ലാ ഫേസുകളും അതിലുണ്ടാവും അല്ലേ. ഒരു സിഗ്മ 3 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ 3 സിംപ്ലക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് കോംപ്ലക്സ് ആണ് നമ്മൾ ഈ 3 സിംപ്ലക്സിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സിംപ്ലക്സുകൾ അടങ്ങുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള
സ്മോളസ്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെട്രാഹെഡ്രൺ തന്നെയാണ്. ഈ ടെട്രാഹെഡ്രണിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ ടെട്രാഹെഡ്രൻ്റെ ക്ലോഷറിൽ ഈ 3 സിംപ്ലക്സും 2 സിംപ്ലക്സും 1 സിംപ്ലക്സും 0 സിംപ്ലക്സും അതിൻ്റെ എല്ലാ ഫേസും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ സ്ട്രക്ചറാണല്ലോ നമ്മൾ ക്ലോഷർ ഓഫ് 3 സിംപ്ലക്സ് എന്ന് പറയാം. ഈ 3 സിംപ്ലക്സിൻ്റെ ക്ലോഷറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഒരു 2 സ്കെൽട്ടണിങ് മാറ്റിയെടുക്കുന്നു. 2 സ്കെൽട്ടൺ മാറ്റിയെടുക്കുക. ഈ 2 സ്കെൽട്ടൺ മാറ്റിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 2 സ്കെൽട്ടൺ മാറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൊള്ളയായിട്ട് കിട്ടും അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ 3 സ്കെൽട്ടണിൻ്റെ ഇത് ഫില്ലഡ് ആയിരുന്നു. അങ്ങനെ 2 സ്കെൽട്ടൺ ഞാൻ എടുക്കുമ്പോൾ ഇതാ കുറച്ച് കാർഡ്ബോർഡ് കഷ്ണം ഇങ്ങനെ കൂട്ടി വെച്ച പോലത്തെ ഒരു സ്ട്രക്ചറാണ് എനിക്ക് കിട്ടുക ആണല്ലോ. അങ്ങനെ കാർഡ്ബോർഡ് കഷ്ണം കൂട്ടി വെച്ച പോലത്തെ ഒരു സ്ട്രക്ചർ എനിക്ക് കിട്ടിയേ. ഈ സ്ട്രക്ചർ നോക്കി, ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിന്, ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിന് ചുറ്റും ഒരു ബൗണ്ടറി വെച്ച പോലെ ആയില്ലേ? ഓക്കെ, അങ്ങനെ ഒരു ബൗണ്ടറി വെച്ച പോലെ ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ 2 സ്ഫിയറിനെ ഹോമിയോമോർഫിക് ആണെന്ന് പറഞ്ഞൂടെ? മനസ്സിലായി? 2 സ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താ? അതിനൊരു സ്ഫിയർ പോലത്തെ ഒരു സ്ട്രക്ചർ, അതിന് ചുറ്റും ഒരു ബൗണ്ടറി. ഇപ്പോൾ നമ്മുടെ ടെട്രാഹെഡ്രനെ നോക്കി, ടെട്രാഹെഡ്രൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് നമ്മളങ്ങ് ഒഴിവാക്കി. എങ്ങനെയാണ്? നമ്മൾ ഈ 3 സിംപ്ലക്സുകൾ ക്ലോഷർ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ 2 സ്കെലിട്ടൺ എടുത്തു. 3 സിംപ്ലക്സുകൾ ക്ലോഷർ എന്ന് പറയുമ്പോൾ അതിൽ 3 സിംപ്ലക്സിൻ്റെയും 2 സിംപ്ലക്സിൻ്റെയും 1 സിംപ്ലക്സിൻ്റെയും 0 സിംപ്ലക്സിൻ്റെയും ഒക്കെ എല്ലാം വരും. പ്ലസ് അതിൻ്റെ ഫേസസുകളെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ 3 സിംപ്ലക്സിൻ്റെ ക്ലോഷർ എന്ന് പറയാം അല്ലേ? അങ്ങനെയുള്ള 3 സിംപ്ലക്സുകളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്ലോഷറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു 2 സ്കെൽട്ടൺ എടുത്തു. 2 സ്കെൽട്ടൺ എന്ന് പറയുമ്പോൾ കുറച്ച് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഇങ്ങനെ അടക്കി വെച്ച പോലെ ഉണ്ടാവും. അതിനുള്ളിൽ ഒരു സ്പേസ് ഉണ്ടാവും. ഈ സ്പേസിന് ചുറ്റും ഒരു ബൗണ്ടറി വന്ന പോലെയായി. ഈ ബൗണ്ടറി വന്ന പോലത്തെ ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെട്രാഹെഡ്രനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ടെട്രാഹെഡ്രണിൽ 4 ട്രയാങ്കിളുകൾ നമുക്ക് ഉണ്ടാവും അല്ലേ? ഈ 4 ട്രയാങ്കിളിന് കുറഞ്ഞൊരു ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ഫിയറിനെ ഹോമിയോമോർഫിക് ആക്കിയിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഒരു 2 ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്പേസിന് ചുറ്റും ബൗണ്ടറി ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ സ്പേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും മിനിമം നമുക്കൊരു സ്ഫിയറിനെ ഹോമിയോമോർഫിക് ആയിട്ട് പറയാൻ ഒരു ടെട്രാഹെഡ്രൺ വേണം. ഇതിനെയാണ് നമ്മൾ മിനിമൽ ട്രയാങ്കുലേഷൻ എന്ന് പറയും. ഓക്കെ, മിനിമൽ എന്ന് പറഞ്ഞാൽ മതി. ഈ ട്രയാങ്കിൾസ് മിനിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ എസ് എന്ന് പറയുന്ന സ്പേസ്, എക്സ് എന്ന് പറയുന്ന നമ്മുടെ സ്പേസിന് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട മിനിമൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, നമ്മുടെ സ്ഫിയറിൻ്റെ കേസിലാണെങ്കിൽ അതെന്താണ്? ടെട്രാഹെഡ്രൺ ആണ്. ഇപ്പം നോക്കിയേ, നമ്മളൊരു 3 സിംപ്ലക്സ് എന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്താ? ഒരു 2 സ്ഫിയറാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ? 3 സിംപ്ലക്സ് എന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്താണ്? ഒരു 2 സ്കെലിറ്റനാണ്. 3 സിംപ്ലക്സ് എന്ന് നമ്മൾ ഉണ്ടാക്കിയത് 2 സ്കെലിറ്റൻ. അപ്പോൾ ഒരു 4 സിംപ്ലക്സ് എന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? ഒരു 3 സ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഒരു 5 സിംപ്ലക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? ഒരു 4 സ്ഫിയർ ആയിരിക്കും. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു n+1 സിംപ്ലക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? ഒരു n സ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റിൽ തന്നെ നമ്മൾ പറയുന്ന കേസ് ഒരു ടെട്രാഹെഡ്രനിൽ നമ്മളൊരു സ്ഫിയർ ഉണ്ടാക്കുന്ന കേസ്, അഥവാ ഒരു 3 സിംപ്ലക്സ് നിന്ന് ഒരു 2 സ്ഫിയർ ഉണ്ടാക്കുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് കേസ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു n+1 സിംപ്ലക്സ് നിന്ന് ഒരു n സ്ഫിയർ ഉണ്ടാക്കുന്ന കേസാണ്. ഇത് സിമ്പിളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ ഈ 2 സ്ഫിയറിൽ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം? 2 സ്ഫിയറിൽ നമ്മൾ ഈ സ്ഫിയറിനെ ഡിനോട്ട് ചെയ്യുക S² ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് x1, x2, x1, x2, x3 സച്ച് ദാറ്റ് സമ്മേഷൻ I ഈക്വൽ ടു 1 to 3 xi² ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ 2 സ്ഫിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? σ3യിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ. ഇനി n+1 പോയിൻറ്റ്സുകളിൽ നിന്ന് നമ്മളൊരു n സ്ഫിയർ ഉണ്ടാക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്താവും? നമ്മുടെ ഈ 2 എന്നുള്ളത് ഇവിടെ എന്താവും? n എന്നാവും അല്ലേ? ഇവിടെ x1, x2, x3 പോയിൻറ്റ്സുകളുള്ളത്, അവിടെ എത്ര പോയിൻറ്റുകൾ ഉണ്ടാവും? n+1 പോയിൻറ്റ്സുകൾ ഉണ്ടാവും അല്ലേ? അതേപോലെ സമ്മേഷൻ I ഈക്വൽ ടു 1 to 3 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ എന്താവും? സമ്മേഷൻ I ഈക്വൽ ടു 1 to n+1 xi² ഈക്വൽ ടു 1 എന്ന് വരും.
അപ്പോൾ ഈ 2 കേസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ നേരെ ജനറൽ ഫോം ആട്ടോ. നമ്മുടെ ഈ ഫസ്റ്റിലെ നേരെ ഒരു ജനറൽ ഫോമാണ് നമ്മുടെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ n+1 പോയിൻറ്റ്സുകളിൽ നിന്ന് n+1 സിംപ്ലക്സ് എന്ന് നമ്മളൊരു n സ്ഫിയർ ഉണ്ടാക്കുന്ന കേസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒരു മൊബിയസ് സ്ട്രിപ്പിനെ കുറിച്ചാണ്. മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കാണുന്ന പിക്ചറാണ് നമ്മുടെ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. മൊബിയസ് സ്ട്രിപ്പിൽ നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മളങ്ങ് ഒട്ടിക്കുക. ഈ കറക്റ്റ് 2 അറ്റങ്ങൾ നമ്മൾ ഒട്ടിക്കുന്നതിന് പകരം അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൽ ട്രയാങ്കുലേഷൻ കാണണം അല്ലേ. ഈ ട്രയാങ്കുലേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ഈ പേപ്പർ നമ്മൾ എടുക്കുന്നു. ഇതിൽ ഈ പോയിൻറ്റിനെ ഈ പോയിൻ്റായിട്ടും ഈ പോയിൻ്റായിട്ട് നമുക്ക് യോജിപ്പിക്കണം അല്ലേ. അപ്പോൾ ഞാനിതിന് പേരിട്ട് തുടങ്ങുകയാണ്. ഇതിന് ഞാൻ A3 എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ അതിനെ ജോയിൻ ചെയ്യേണ്ടത്. A3 ആയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് അല്ലേ. ഇനി ഇവിടെ A0 എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ A0 ഇവിടെയാണ് കിടന്ന് ജോയിൻ ചെയ്യേണ്ടത് അല്ലേ. ഇനി ഇതിൻ്റെ ഒരു ട്രയാങ്കുലേഷൻ നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമുക്കൊരു നമ്പർ ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ A4 എന്നിട്ട് കൊടുക്കുന്നു, ഇതിന് ഞാൻ A5 എന്നിട്ട് കൊടുക്കുന്നു, ഇവിടെ ഞാൻ A1 എന്നിട്ട് കൊടുക്കുന്നു, ഇവിടെ ഞാൻ A2 എന്നിട്ട് കൊടുക്കുന്നു. അതാണ് നമ്മുടെ മൊബിയസ് സ്ട്രിപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ടോറസിൻ്റെ ഷേപ്പ് നമുക്കറിയാം എങ്ങനെയാണ്. ഒരു റിങ് പോലെ കിടക്കുന്നതാണ് ടോറസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ പീസ് ഓഫ് പേപ്പറിനെ ഒരു റൗണ്ട് രൂപത്തിലേക്ക് ഇങ്ങനെയാക്കി മാറ്റും അല്ലേ. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വളച്ച് പിടിച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യിക്കുക ചെയ്യുക അല്ലേ. അതിനെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക ചെയ്യാം. ഇതാണ് നമ്മൾ ടോറസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഈ അറ്റത്തിനെ ഈ അറ്റമായിട്ട് അങ്ങ് യോജിപ്പിക്കും അല്ലേ. A0 അതേപോലെ ഈ അറ്റത്തിനെയും ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊരു കോയിൽ പോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കും ആണല്ലോ. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ 2 കോയിൽ പോലത്തെ അറ്റങ്ങളും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ഈ 2 അറ്റങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒറ്റ പോയിൻറ്റുകളായി മാറും അല്ലേ. അപ്പോൾ ഈ പോയിൻറ്റും നമ്മുടെ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും അല്ലേ. അതേപോലെ ഈ പോയിൻറ്റുമാണ് ഇവിടെയുള്ള 2 പോയിൻറ്റ്, ഇവിടെയുള്ള 2 പോയിൻറ്റുകൾ. ഇനി അവർ തമ്മിൽ എന്ത് ചെയ്യും, ഇവിടെ അങ്ങ് കൂടിച്ചേരും. ആ 2 പോയിൻറ്റുകളും അവിടെ വെച്ച് അങ്ങ് കൂടിച്ചേരും. അപ്പോൾ കണ്ടോ, ഈ 4 പോയിൻറ്റുകളും ഒന്നായി മാറി. അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായി, A0 ഇവിടെ എന്തായി, A0. ഇനി ഇതാ സ്റ്റാൻഡേർഡ് ട്രയാങ്കുലേഷനിൽ നമ്മൾ നടുവിൽ 2 വര വരക്കുന്നു, ഇവിടെയും നടുവിൽ 2 വര വരക്കുന്നു. കണ്ടോ, ഇവിടെ നടുവ് 2 വരയാണല്ലോ, അതേപോലെ ഇവിടെ 2 വര എടുക്കുന്നു. ഇനി നോക്കി, ഇനി നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഏത് പോയിൻ്റാണോ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു A3 എന്ന് കൊടുക്കുന്നു, ആ പോയിൻ്റ് തന്നെ എവിടെയും വരും, ഇവിടെയും വരും. അതേപോലെ ഇവിടെ A4 ആണെങ്കിൽ ആ പോയിൻ്റ് തന്നെ എന്ത് വരും, ഇവിടെയും വരും. അങ്ങനെ നമ്മൾ റോൾ ചെയ്തു അല്ലേ. റോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 അറ്റങ്ങൾ നമ്മൾ ജോയിൻ ചെയ്യുമല്ലോ. ഈ 2 അറ്റങ്ങൾ നമ്മൾ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് പോയിൻ്റാണുള്ളത് അത് തന്നെ ഇവിടെയും വരും അല്ലേ. അപ്പോൾ ഇവിടെ ഞാനൊരു A1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, A1 എന്ന് വരും. ഇവിടെ ഞാനൊരു A2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, A2 എന്ന് വരും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഈ നടുവിലുള്ള വെർട്ടെക്സിനൊക്കെ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ ഞാൻ A5, ഇതിന് ഞാൻ A6, ഇവിടെ ഞാൻ A7, ഇവിടെ ഞാൻ A8 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ടോറസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ട്രയാങ്കുലേഷൻ കിട്ടി
അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മളിതിൻ്റെ ട്രയാങ്കുലേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 ട്രയാങ്കുലേഷൻ പഠിച്ചു അല്ലേ? ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രനിൽ നിന്ന് നമ്മളൊരു സ്ഫിയർ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് എടുത്തത്? നമ്മുടെ 3 സിംപ്ലക്സുകളാണ് നമ്മൾ ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലോഷർ എടുത്തു. ക്ലോഷർ എന്ന് പറയുമ്പോൾ അതിലെല്ലാ 3 സിംപ്ലക്സും 2 സിംപ്ലക്സും 1 സിംപ്ലക്സും 0 സിംപ്ലക്സും ഉണ്ട്. അതിൻ്റെ ഫേസസും ഉണ്ട്. ഈ മുഴുവനായിട്ട് അടങ്ങിയിട്ടുള്ള ഈ 3 സിംപ്ലക്സിൻ്റെ ക്ലോഷറിൽ നിന്ന് ഒരു 2 സ്കെലിറ്റൻ നമ്മളെടുത്തു. 2 സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ അതിനൊരു കാർഡ്ബോർഡ് വെച്ച പോലത്തെ ഒരു സ്ട്രക്ചർ, ഉള്ളിൽ എം ടി ആയി കിടക്കുന്ന ഒരു സ്ട്രക്ചർ പോലെ നമുക്ക് കിട്ടും. ഇത് തന്നെയാണല്ലോ നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്നത്. ഉള്ളിൽ എം ടി ആയിട്ട് പുറമെ ഒരു ബൗണ്ടറി പോലെ കിടക്കുന്നതാണ് നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ഈ 3 സിംപ്ലക്സുകളുടെ ക്ലോഷറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഈ 2 സ്കെലിറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പേസിന് ചുറ്റുമുള്ള ബൗണ്ടറി പോലെ ആക്കിയിട്ട് നമുക്ക് ഹോമിയോമോർഫിക് ആക്കിയിട്ട് പറയാൻ പറ്റും. അപ്പം നമ്മുടെ ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത് നമ്മുടെ 2 സ്ഫിയറിൻ്റെ ട്രയാങ്കുലേഷനാണ്. ഓക്കെ, അതൊരു സ്റ്റാൻഡേർഡ് ട്രയാങ്കുലേഷനാണ്, മിനിമലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി 3 സിംപ്ലക്സ് കൊണ്ട് നമ്മൾ 2 സ്ഫിയർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു n+1 സിംപ്ലക്സ് കൊണ്ട് നമുക്ക് n സ്ഫിയർ ഉണ്ടാക്കാം അല്ലേ? അതിന് നമ്മളൊരു ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? 2 സിംപ്ലക്സുകളുടെ കേസിലാണെങ്കിൽ 3 സിംപ്ലക്സുകളുടെ കേസിലാണെങ്കിൽ നമുക്ക് x² = x1 സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് x1 x2 x3 such that summation I = 1 to 3 xi² = 1. ഇതാണ് 2 സിംപ്ലക്സുകളുടെ കേസിലെന്ന് പറഞ്ഞു. ഇനി 3 സിംപ്ലക്സുകളെ നമ്മളൊരു 2 സ്ഫിയറിലേക്ക് ഹോമിയോമോർഫിക് ആവുന്ന കേസിൽ, ഇനി ഒരു n+1 സിംപ്ലക്സ് n സ്ഫിയറിലേക്ക് ആക്കുന്ന കേസിൽ ഈ 2 എന്നുള്ളത് എന്താവും? n എന്നാവും. 3 എന്നുള്ളത് n+1 എന്നാവും അല്ലേ? x1 x2 ഇവിടെ 3 പോയിൻറ്റ്സുകളാണെങ്കിൽ ഇവിടെ എത്ര പോയിൻറ്റ്സുകൾ ഉണ്ടാവും? n+1 പോയിൻറ്റ്സുകൾ ഉണ്ടാവും. സച്ച് ദാറ്റ് സമ്മേഷൻ I = ഇവിടെ 3 ആയിരുന്നു, ഇവിടെ എന്ത് വരും? n+1 xi² = 1 എന്ന് വരും. ഇനി അടുത്തതാണ് നമ്മൾ ടോറസ് പറഞ്ഞ. ടോറസ് എന്ന് പറഞ്ഞാൽ 2 അറ്റങ്ങൾ, ഒരു പേപ്പറിൻ്റെ 2 അറ്റങ്ങൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ടോറസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏത് പോയിൻ്റാണോ ആ പോയിൻ്റ് തന്നെ ഇവിടെ വരും, ഇവിടെ ഏത് പോയിൻ്റാണോ ആ പോയിൻ്റ് തന്നെ ഇവിടെ വരും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ട്രയാങ്കുലേഷന് നടുവിൽ 2 വര വരക്കുന്നു. ആ വരകൾ നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോമിൽ നമ്മളിങ്ങനെ ട്രയാങ്കിൾസ് ആക്കി മാറ്റണ്ടേ? ഇതോരോ ട്രയാങ്കിളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരകൾ വരക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള പോയിൻറ്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വേർഡീസസ് ഡിനോട്ട് ചെയ്യുന്നു. A4 A5 A1 A2 എന്നൊക്കെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് പറഞ്ഞതാണ് ടോറസ് പറഞ്ഞു കഴിഞ്ഞു. മൊബിയസ് സ്ട്രിപ്പ് ഇത് മൊബിയസ് സ്ട്രിപ്പാണ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ടോറസാണ്. ടോറസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുന്നു, അതിനിതാ ഇതേപോലെ റോൾ ചെയ്തൊരു ഷേപ്പാക്കുന്നു. എന്നിട്ട് ഈ 2 അറ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഒറ്റ സ്ഫിയർ ഇതുപോലെ ആക്കി എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ടോറസ് എന്ന് പറയാം. ഈ ടോറസിൻ്റെ ഷേപ്പിൽ നമ്മളിതാ ഒരു പേപ്പർ എടുക്കുന്നു. ആ പേപ്പറിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഈ 2 അറ്റങ്ങൾ എന്താവും? ഈ 2 അറ്റങ്ങൾ സെയിം ആവും, ഈ 2 അറ്റങ്ങൾ സെയിം ആവും. ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറായി ഇപ്പോൾ കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ ഏത് പോയിൻ്റാണോ അത് തന്നെ ഇവിടെ വരും, ഇവിടെ ഏത് പോയിൻ്റാണോ അത് തന്നെ ഇവിടെയും വരും. എന്നിട്ട് ഈ 2 അറ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഈ 2 അറ്റങ്ങൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളത് തന്നെ ഇവിടെയും വരും, ഇവിടെ ഉള്ളത് തന്നെ ഇവിടെയും വരും. അപ്പോൾ ഈ 4 എൻഡ് പോയിൻറ്റ്സുകൾ എന്താണ്? ഒരേ വേർട്ടെക്സാണ്. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ പോയിൻറ്റുകൾ തന്നെ ഇവിടെ വരും, ഈ പോയിൻറ്റുകൾ തന്നെ ഇവിടെ വരും. പിന്നെ ബാക്കിയുള്ള 2 വര നടുവിൽ വരക്കുന്നു, ഈ 2 വര ഇവിടെ നടുവിൽ വരക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനൊക്കെ പേരുകൾ കൊടുക്കുന്നു, ഓരോ പോയിൻറ്റ്സുകളും ഓരോ പേരുകൾ. എന്നിട്ട് ഇതാ ഇങ്ങനെ വരക്കണം കേട്ടോ. ട്രയാങ്കിൾ നടുവിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയും വേണം. അപ്പോൾ ഇതാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്.